ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് മെറ്റീരിയൽ സയൻസ് ആണ്. നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാലിസ്റ്റർ ഡി വില്യമിൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞൊരു വീഡിയോനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ഇൻ്റർ അറ്റോമിക് ബോണ്ടിങ്. കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സോ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ദെൻ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ എങ്ങനെ വേരി ചെയ്യുന്നു, അതേപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ട് എന്നൊക്കെ ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ചാപ്റ്ററിനകത്ത് വരുന്ന കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്ത് കൊടുക്കും. നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്തൊക്കെ പറയുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കാം. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽ ഡിപ്പെൻഡ് ഓൺ geometrical atomic arrangements and also the interactions that exist among constituent atoms or molecules. This chapter, by way of preparation for subsequent discussions, consider several fundamental and important concepts, namely atomic structure, electronic configuration in atom and periodic table, various types of primary and secondary interatomic bond that hold together the atoms comprising a solid. അപ്പോൾ സോളിഡ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. അതിനകത്ത് വരുന്നതാണ് എന്ത്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഒരു സോളിഡ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ആയിരിക്കും, ഇതിൽ പറയുന്നത് ജസ്റ്റ് അതിന്റെ ജിയോമെട്രിക്കൽ ആറ്റോമിക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സോളിഡ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ആറ്റോമിക് സ്ട്രക്ചർ, ദെൻ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ആറ്റത്തിൽ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് ഒരു സോളിഡ് കംപ്രൈസ് ചെയ്തിട്ടുള്ള എങ്ങനെയായിരിക്കും ഡിഫറെൻറ്റ് പ്രൈമറി ദെൻ സെക്കൻഡറി ബോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ററാറ്റോമിക് ബോൺസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമുക്ക് അടുത്തത് ആറ്റോമിക് സ്ട്രക്ചർ എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ എന്താണ് ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഒരു ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. Each atom consists of a very small nucleus composed of proton and neutron, which is encircled by moving electrons. Both electrons and protons are electrically charged, the charge magnitude being 1.6 into 10 to the power minus 19 coulomb. It is negative in sign for electrons and positive for protons. Neutrons are electrically neutral. Masses for the subatomic particle are infinitely small. Protons and neutrons have approximately same mass, 1.67 into 10 to the power minus 37 kilogram. It is significantly larger than that of an electron, whose mass magnitude is 9.11 into 10 to the power minus 31 kilogram. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റോമിക് സ്ട്രക്ചറിനകത്ത് ഇതൊക്കെ പറയുന്നത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ ഒരു ആറ്റം, ഒരു ആറ്റം എടുത്ത് നോക്കുക ഇതായിരിക്കും. അപ്പോൾ അതിലെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ അതേപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ കമ്പോസിഷനാണ് ജസ്റ്റ് പറയുന്നത്. ഇതായിരിക്കും ആറ്റം കൺസിസ്റ്റ് ഓഫ് ദി സ്മോൾ ന്യൂക്ലിയസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ, ദെൻ ഇസ് എൻസർക്കിൾഡ് ബൈ മൂവിങ് ഇലക്ട്രോൺ. അപ്പോൾ ഡിഫറെൻറ്റ് ഓർബിറ്റൽസിൽ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോൺസ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ട് ഒരു ആറ്റം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് എന്തായിരിക്കും ന്യൂക്ലിയസും ഡിഫറെൻറ്റ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവും. സോ ഇപ്പോൾ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ന്യൂട്രോൺ ഉണ്ടായിരിക്കും. ഇനി എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ്, മാസ്, ഇലക്ട്രോൺ അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെയും സെയിം ചാർജ്, അതായത് സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള ചാർജ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരിക്കും. ദെൻ പ്രോട്ടോൺ ആകുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ്, ദെൻ ന്യൂട്രോൺ ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് വരുന്നത് 1.6 10 to the minus 19 കൂടുമ്പോഴായിരിക്കും വരുന്നത്. അടുത്തത് മാസ്. ഈ ഒരു ആറ്റോമിക് മാസ്, ഇപ്പോൾ ഈ ഒരു പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും,
ഇലക്ട്രോണിനേക്കാളും ഹൈ ആയിരിക്കും. Chemical element is characterized by number of proton in nucleus or the atomic number for an electrically neutral or complete atom. The atomic number also equal to number of electrons. This atomic number ranges in integral units from 1 for the hydrogen to 2 for the uranium. Atomic numberനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കെമിക്കൽ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫസ്റ്റ് ചാർജും അതേപോലെ തന്നെ മാസിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തൊരു ക്യാരക്ടറൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു എലമെന്റ്സിനെ, ഓരോ എലമെന്റ്സ് എങ്ങനെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ ഇപ്പോൾ അതിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ആറ്റോമിക് നമ്പർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറും അത് നമുക്ക് ആറ്റോമിക് നമ്പർ വെച്ച് ക്യാരക്ടറൈസ് ചെയ്യുന്നു പറഞ്ഞു. സോ അപ്പോൾ ആറ്റോമിക് നമ്പർ എങ്ങനെ എന്തായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആറ്റോമിക് നമ്പർ എങ്ങനെയായിരിക്കും, ഇന്റഗ്രൽ യൂണിറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, 1 ആണ് വരുന്നത്. പിന്നെ വരുന്നത് യുറേനിയം 92 ആണ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. So atomic mass of a specific atom may be expressed as sum of masses of protons and neutrons within the nucleus. Although number of proton is same for all atoms of a given element, the number of neutron n may be variable. Thus, atoms of some elements have 2 or more different atomic masses, which are called isotopes. അപ്പോൾ ആറ്റോമിക് മാസ് എങ്ങനെയായിരിക്കും, ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസസിന്റെ സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു എല്ലാ ആറ്റത്തിനും, അതായത് പെർട്ടിക്കുലർ എലമെന്റിന്റെ എല്ലാ ആറ്റംസിനും എന്തായിരിക്കും, പ്രോട്ടോൺ നമ്പർ സെയിം ആയിരിക്കും. അതിന്റെ ന്യൂട്രോൺ നമ്പർ എങ്ങനെയായിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞപ്പോൾ ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആറ്റ് ആണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് നമ്പർ എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണെന്ന് ഇവിടെ നമ്മൾ പറയുന്നത്. Some elements have 2 or more different atomic masses, which are called isotopes. അപ്പോൾ ഡിഫറെന്റ് ആറ്റോമിക് മാസസ് ഉള്ള ഒരേ എലമെന്റിന്റെ എന്താണ്, ഡിഫറെന്റ് ആണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. വരുന്നത് ആറ്റോമിക് വെയിറ്റ് ആണ്. ഈ ആറ്റോമിക് വെയിറ്റ് ഓഫ് an element correspond to weighted average of atomic masses of the atoms naturally occurring isotopes. നമ്മൾ ആറ്റോമിക് വെയിറ്റ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മാസ് പറഞ്ഞു എന്തായിരിക്കും, സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ഇവരുടെ മാസസിന്റെ സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ആറ്റോമിക് വെയിറ്റ് എങ്ങനെയായിരിക്കും, ഇപ്പോൾ നമുക്ക് ഡിഫറെന്റ്, അതായത് ഇപ്പോൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിന് ഡിഫറെന്റ് ഐസോടോപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നാച്ചുറലി ഓക്കർ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷൻ ഉണ്ടായിരിക്കും. ആ ഒരു പ്രപ്പോർഷന്റെ വെയിറ്റഡ് സം ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റോമിക് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ഐസോടോപ്സിന്റെ കോമ്പോസിഷൻ, നാച്ചുറലി ഉള്ള കോമ്പോസിഷന്റെ എന്തായിരിക്കും, ഇവരുടെ വെയിറ്റഡ് ആവറേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. സോ the atomic mass unit AMU may be used for computation of atomic weight. A scale has been established where 1 AMU is defined as 1/12 of atomic mass of the most common isotope of carbon. നമ്മൾ ഈ ഒരു AMU എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആറ്റോമിക് വെയിറ്റ് കമ്പ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കാർബണിന്റെ, അതായത് കാർബൺ 12 എന്ന് പറയുന്ന ആ ഒരു ഐസോട്ടോപ്പ് 1/12 ആറ്റോമിക് മാസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് 1 AMU ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ എന്തായിരിക്കും കാർബൺ 12ന്റെ 1/12 ഓഫ്, അല്ലെങ്കിൽ ഈ ഒരു കാർബൺ 12ന്റെ ആറ്റോമിക് മാസിന്റെ 1/12 ആയിരിക്കും എന്ത് ചെയ്യുന്നത് 1 AMU ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളതിന്റെ ഒക്കെ ആറ്റോമിക് വെയിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോട്ടോൺ അതേപോലെ തന്നെ ന്യൂട്രോണിന്റെ ഒക്കെ മാസ് എങ്ങനെയായിരിക്കും, 1നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ആറ്റോമിക് മാസ് ഈക്വൽ ടു നമുക്ക് ആറ്റോമിക് നമ്പർ, അതായത് Z പ്ലസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് പറയാം. The atomic weight of an element or molecular weight of a compound may be specified on the basis of AMU per atom or molecule or the
mass per mole of material. In 1 mole of substance, there are 6.0223 into 10 to the power minus 23 Avogadro's number atoms or molecules. These two atomic weight are related through the following equation. 1 AMU per atom is equal to 1 gram per mole. So, ഇപ്പോൾ രണ്ട് രീതിയിൽ എന്ത് പറയാം, ഈ ഒരു അറ്റോമിക് വെയിറ്റ്, ഒരു എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ അപ്പോൾ അതിനെ അല്ലെങ്കിൽ നമുക്ക് മോളിക്കുലാർ വെയിറ്റ്, അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് പറയാം. ഒന്ന് വരുന്നത് മാസ് പെർ മോൾ ആണ് വരുന്നത്. അടുത്തത് AMU പെർ ആറ്റം അല്ലെങ്കിൽ അറ്റോമിക് യൂണിറ്റ് പെർ മോളിക്യൂൾ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു മോൾ എടുത്തു, ഒരു മോൾ സബ്സ്റ്റൻസിൽ എങ്ങനെയായിരിക്കും 6 അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് യൂണിറ്റ്സിൻ്റെയും റിലേഷൻ എന്ത് ചെയ്യാം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ 1 AMU പെർ ആറ്റം എന്ന് പറയുന്നത് 1 gram per mole ആയിരിക്കും. ദെൻ ഇവിടെ ഒരു അയണിൻ്റെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അറ്റോമിക് വെയിറ്റ് ഓഫ് അയൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, 55.85 AMU പെർ ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് 55.85 gram per mole എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ മെയിൻലി എന്താണ് സോളിഡ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സോളിഡ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും സോളിഡ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ്, അറ്റോമിക് അറേഞ്ച്മെന്റ്, ജോമെട്രിക്കൽ അറ്റോമിക് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ എന്തായിരിക്കും കോൺസ്റ്റുവന്റ് ആറ്റംസ് അല്ലെങ്കിൽ മോൾസിന്റെ ഇന്ററാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു സോളിഡ് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ആറ്റോമിക് സ്ട്രക്ചർ ആണ്. ആറ്റോമിക് സ്ട്രക്ചറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. സോ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ടായിരിക്കും. ദെൻ എന്തായിരിക്കും ഡിഫറെൻറ്റ് ഓർബിറ്റൽസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ എൻസർക്കിൾ ചെയ്തിട്ട് എന്തായിരിക്കും മൂവിങ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. then അവരുടെ എന്താണ് ചാർജ് നമ്മൾ നോക്കും. ഇപ്പോൾ ഇതിൽ പ്രോട്ടോൺ അതേപോലെ തന്നെ ഇലക്ട്രോൺസിനും സെയിം ചാർജ് ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ദെൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജഡ് ആയിരിക്കും, പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രോട്ടോൺസ് വരും. ദെൻ പിന്നെ പറയുന്നത് ഈ ഒരു ന്യൂട്രോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ദെൻ അടുത്ത് വരുന്നത് മാസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ചാർജ് ആണ്, ഇനി വരുന്നത് മാസ് ആണ്. ഇപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോൺ ന്യൂട്രോണിന്റെ മാസ് എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും. ദെൻ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഇലക്ട്രോൺ. സോ ഇലക്ട്രോണിന്റെ മാസിനേക്കാൾ എങ്ങനെയായിരിക്കും ഗ്രേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോൺ ന്യൂട്രോൺസിന്റെ മാസ് വരുന്നത്. സോ അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വേസ്റ്റ് കൂടെ കൊടുക്കുക. അതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് പറയും. അത് നമ്മൾ ആ ഒരു ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആറ്റംസ്. അപ്പോൾ അതിൽ ഈ ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ഒരു കംപ്ലീറ്റ് ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ മെയിൻലി എങ്ങനെയായിരിക്കും ഒരു ഇന്റഗ്രൽ യൂണിറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് എക്സസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രൽ യൂണിറ്റ്സ് ആണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 1 ആയിരിക്കും വരുന്നത്. ദെൻ ഒരു യുറേനിയത്തിന്റെ കൊടുത്തിട്ടുള്ള ഒരു 92 കൂടെ കൊടുത്തു ആറ്റോമിക് മാസ് ആണ് പറയുന്നത്. സോ അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് നമ്മളിപ്പോൾ എന്തിൻ്റെ ഒക്കെ ഇലക്ട്രോൺ അതുപോലെ പ്രോട്ടോൺ ന്യൂട്രോണിന്റെ മാസ് നമ്മൾ കണ്ടു. ഇനി ഒരു ആറ്റത്തിന്റെ മാസം എങ്ങനെയായിരിക്കും നോക്കാം. സോ ഇറ്റ്സ് ഓഫ് ദി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ന്യൂക്ലിയസിലുള്ള ന്യൂട്രോൺ പ്രോട്ടോണിന്റെ മാസിന്റെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺ നോക്കാം. സ്മോളസ്റ്റ് ഓഫ് ഓൾ ആറ്റം ഗിവൺ ആൻ എലമെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺ മേ ബി വേരിയബിൾ. ഒരു പ്രോട്ടോൺ അതിന്റെ നമ്പർ എങ്ങനെയായിരിക്കും, എലമെന്റിന്റെ എല്ലാ ആറ്റത്തിനും സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും. ദെൻ അതിലെ ന്യൂട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഡിഫറെന്റ് വേരി ചെയ്യുന്നുണ്ടായിരിക്കും. ഓൺ ദാറ്റ് ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സെയിം എലമെന്റിന് എന്തായിരിക്കും ഡിഫറെന്റ് ആറ്റംസ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഡിഫറെന്റ് അറ്റോമിക് മാസസ് ഉള്ള ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം ഐസോട്ടോപ്പ് എന്ന് പറയാം. ഓക്കെ, ദെൻ ആറ്റോമിക് വെയിറ്റ്.
അപ്പോൾ ആറ്റോമിക് വെയിറ്റ് എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് എ വെയ്റ്റഡ് ആവറേജ് ഓഫ് ആറ്റോമിക് മാസ് ഓഫ് എ ആറ്റംസ് നാച്ചുറലി ഓക്കറിങ് ആയിട്ട്. അപ്പോൾ എല്ലാ ഐസോട്ടോപ്സിൻ്റെയും കോമ്പോസിഷൻ്റെ എന്തായിരിക്കും ഒരു വെയ്റ്റഡ് ആവറേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിനെ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് 1 AMU അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 AMU എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന കാർബൺ 12 അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒക്കർ ചെയ്യുന്ന കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പ് ആയിട്ടുള്ള കാർബൺ 12ൻ്റെ ആറ്റോമിക് മാസിൻ്റെ 1/12 ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു 1 AMU എന്ന് പറയുന്നത്. ഓക്കെ, അതിനടുത്തത് മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ സൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ന്യൂട്രോൺ. Atomic mass എങ്ങനെയായിരിക്കും? It is equivalent to the atomic numbers that and number of protons. Then ഇനി നമുക്ക് എന്ത് ചെയ്യും? ഒരു ആറ്റോമിക് വെയിറ്റിന് എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് AMU പെർ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലെങ്കിൽ മാസ് പെർ മോൾ എന്ന് നമുക്ക് പറയാം. ഒരു മോൾ സബ്സ്റ്റൻസിൽ എത്ര നമ്പർ 0.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് എന്തുണ്ടായിരിക്കും? 1 മോൾ സബ്സ്റ്റൻസിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഈ രണ്ട് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1 AMU എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 1 gram per mol ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1 AMU per atom എന്നുള്ളതും 1 gram per mol എന്നുള്ളത് ഈ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.